നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണല്ലോ ഈശ്വരാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ഞാൻ ഇങ്ങ് വാടാ. ചിമ്പു, ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்க சொந்தக்காரனா? ஏய், சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்கள நண்பனா? നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു, നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടൈ. டேய் திருத்தங்கோ, ഇത്തന പെരിയ പൊഴി ചൊല്ലുறதுக்கே ഒരു വടയാ? ശരി 2 വട ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കയറ്റി വിടണം. അടുത്ത ബസ്സിലാ? അടുത്ത ബസ്സിൽ ഞാനാക്കി വരേ. நில்லு, போகாதீங்க இங்க வா. ஏய், நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு ഇവിടെ போணும். இந்த பஸ் போகட்டும். நீங்க அந்த பாசியை தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணும் எனக்கெடுத்து போடும். போய் சொல்லக்கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്. വെളിനാട്ടിൽ നിന്ന് വന്നത്. നാണ് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி? 2 വട കിടക്കി വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? பாரு, அங்கே பாரு. பாசி. யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. ഇപ്പള് കണ്ടല്ലേ പാസിയ? കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് പാശ കച്ചറ. ബാസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബാസിക്കർ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭുവൻ, നിന്റെ പഴയ പാർട്ട്ണർ ഭുവനചന്ദ്രൻ. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. എടാ, പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ ആ ബസ്സിൽ കയറി പോയനടാ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവന്റെ ഒരു തമാശ. ബാസി, ഓസിന് താമസിക്കാൻ ഞാൻ സ്ഥലം അന്വേഷിച്ചെടുക്കായിരുന്നു. ശരിക്കും ദൈവമാടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ. എന്താടേ? സ്വന്തമെന്ന് പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. പോടാ. പോവില്ല. അണ്ണാ, 2 വട. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? എനിക്ക് 2 വടയിൽ പോതു പറ്റുമാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ. ഫാനിലടാ ഉണ്ടെങ്കി കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റിപ്പോ പോവും. അതുകൊണ്ടോ? ബാസി, ഇവിടെ ബാത്റൂം ഉണ്ടോടാ? എന്തിനാ? കുളിക്കാൻ. ഇതുപോലത്തെ അണ്ടർവെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്കിൽ ബാത്ത് ഡബ്ബി കുളിക്കാം. ബാത്ത് ഡബ്ബ. ഇതാണ് ഇവിടുത്തെ ബാത്ത് ഡബ്ബി. സകല അഴുക്കുകളും അടിയുന്ന ക്ലീൻ വാട്ടർ. അല്ല, എന്ന് മുതൽ തുടങ്ങിയ ശീലമൊക്കെ? ഏത് പല്ലേപ്പ്? ആ വീട് വാടകയ്ക്കെടുത്തപ്പോ അതിലുണ്ടായ ഒരേ ഒരു ഫർണിച്ചർ ഈ ഉപയോഗിച്ച ബ്രഷാ. നിന്റെ കൂടെ കുറെ നാളും കൂടി നടന്നിരുന്നെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിക്കാനും പറ്റില്ലായിരുന്നു. നാട്ടുകാരെന്റെ പല്ല് മുഴുവനും തല്ലി തെറിപ്പിക്കില്ലായിരുന്നാ. പോടാ.
അതിരിക്കട്ടെ, നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണാവോ? നാട്ടില് നിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. ഇത്തവണ എന്തായിരുന്നു ബിസിനസ്? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലത്തെ ആപ്പൂപ്പ ബിസിനസ് ഒന്നുമല്ല. ഇതൊരു വലിയ കളിയാ. എന്താ ഉവ്വാ? കൊറേ സ്ഥലം ചുളുവിന് കിട്ടി. ഒരു 10-30 ഏക്കർ വരും. ഞാനതങ്ങോട്ട് വാങ്ങി മറിച്ച് വിറ്റ ഒരു 1.5 കോടി കിട്ടും. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ. ആ സ്ഥലത്തിന്റെ പുറകിൽ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരേക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കാനാ ഞാൻ വന്നത്. വാങ്ങാൻ ആള് റെഡിയാ. വേണമെങ്കിൽ നീയും കൂടിക്കോ. നല്ലൊരു തക ഞാൻ നിനക്കും തരാം. അപ്പൊ കണ്ടത് കെണിയായിരുന്നില്ല, നല്ലൊരു കണി തന്നെ ആയിരുന്നല്ലേ? അതേടാ. മുഖത്താണ് വൃത്തിട്ടൻ ഉമ്മോട്ടത്. അല്ലെങ്കിൽ ഒന്ന് പിണങ്ങി പിരിഞ്ഞു വെച്ച് പാർട്ട്നേഴ്സ് അല്ലാതെ ആവോ? നിന്റെ ഏത് ബിസിനസിനും ഞാൻ ഉണ്ടാവും കൂടെ. ആണാ? ആ. ഈ മുതുകങ്ങട് തേക്കാൻ കയ്യെത്തണം. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ തേച്ചു തരൂലേ? ഏതാ സ്ഥലം? കുറച്ചും കൂടി താഴെ. ഇതല്ല, പിന്നെ വാങ്ങിയ സ്ഥലം. ഓ, ആ 30 ഏക്കറാ? ഈ 30 ഏക്കർ സ്ഥലമാണോ നീ വാങ്ങിയത്? അതെ. നടുക്കൂടെ കനാൽ ഒഴുകുന്ന ഈ 30 ഏക്കർ സ്ഥലം തന്നെയാണോ നീ വാങ്ങിയത്? അതെ. നീ പാണ്ടിതുരെ എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ സ്ഥലം വാങ്ങില്ലായിരുന്നു. നീ കറുപ്പയ്യസ്വാമി എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേൾക്കണമായിരുന്നു. എങ്കിൽ ഈ പരിസരത്തേക്ക് പോലും നീ വരില്ലായിരുന്നു. ഈ 2 ചെകുത്താന്മാരും കൂടി എന്നും വെട്ടും കുത്തുക. അതിനകത്തുള്ള കനാലില്ലേ, അതിൽ നിന്നാണ് ഇവന്മാരുടെ 2ന്റെയും കൃഷി സ്ഥലത്തേക്കുള്ള വെള്ളം കിട്ടുന്നത്. പാണ്ടിതുര ആ സ്ഥലം കൈക്കലാക്കിയ കറുപ്പയ്യയുടെ കൃഷി കരിയും, കറുപ്പയ്യ കൈക്കലാക്കിയ പാണ്ടിതുര മുടിയും. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവന്മാരുടെ ഇടയിൽ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. അങ്ങനെ 2 പേർക്കും വിൽക്കാനാവാതെ വന്നപ്പോഴാ ആ ഗൗണ്ടർ കേരളത്തിൽ വന്ന് ആ സ്ഥലം നിന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്നാലും ആ സ്ഥലം ഇത്ര കൃത്യമായിട്ട് നീ തന്നെ വാങ്ങി, കൃത്യമായിട്ട് നീ എന്റെ അടുത്ത് തന്നെ വന്നല്ലോടാ. എടാ, ഈ പറയുന്ന പാണ്ഡിതുരെയും കറുപ്പയ്യസ്വാമിനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? വേണ്ടടാ, പരിചയപ്പെടാൻ കൊള്ളാത്തനവാ. ആ സ്ഥലം വാങ്ങിയ നീയാണെന്ന് അറിഞ്ഞാലുണ്ടല്ല, അവന്മാരെ നിന്നെ വെട്ടിക്കൊല്ലും. അങ്ങനെ അങ്ങോട്ട് പേടിച്ച് മാറിക്കാൻ പറ്റില്ല എനിക്ക്. ആ സ്ഥലത്തിന് വേണ്ടി മുടക്കിയ പണം തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതാണ് പാണ്ടിതുരയുടെ വീട്. നീ എന്തേ കാണിക്കുന്നേ? ഇവിടത്തെ പണിക്കാരൊക്കെ താറുടുക്കണം. നിനക്ക് ഇവിടെയാണോ പണി? അതെ. എന്താ പണി? പണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാലത്ത് ഇങ്ങോട്ട് വന്നാ മതി, പണി കിട്ടും. വാ. എന്തൊരു വലിയ വീടാ. ഈ വീടിന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെത്താൻ ഓട്ടോറിക്ഷ പിടിച്ച് പോണല്ലോ. വാ. നീ പാണ്ഡിതുരായിട്ട് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? രക്തബന്ധമാണടാ, രക്തബന്ധം. ആണോ? അണ്ണന്റെ അടി കൊണ്ട് രക്തം ചിന്താത്ത ഒരു ദിവസം പോലും ഇല്ലടാ എനിക്ക്. അയാൾ എന്തിനാ കൊണ്ടുപോകുന്നത്? ചവിട്ടിക്കൂട്ടാൻ. പോത് നിർത്തുകടാ. ஒன்னும் செஞ்சிடாதீங்க பெரியண்ணா. இந்த பொண்ணை நீ நேசிக்கிறியா? ஆமாங்க. ஆனா இவ அப்பாவுக்கு அது பிடிக்கல. அவர் ஏன் ஆளு தெரியும்ல. நீ இந்த ஊரை விட்டு போயிடு. அது மட்டும் சொல்லாதீங்க, என் உயிரை அவ மேல வச்சிருக்கு. ஓ, அப்படியா? சின்னசாமி அண்ணே, அந்த தாலி அங்க வை. உனக்கு அவ்வளவு தைரியம் இருந்தா அவ கழுத்துல தாலி கட்டுறான். வேணா ரவி, என்ன விட்டுடு. இந்த ஊரை விட்டு ஓடி போயிடு. தைரியம் இருந்த கட்டுறா. காளி ஐயா,
இவன் பொழைச்சா ஊரு கூட்டு போ இல்லனா சுடுகாட்டுல தூக்கி போட்டுரு. சரிண்ணே. ஏய், கேட்டா துப்பாக்கி நரைக்கும் போது தனியே வெடிச்சதுன்னு சொல்லணும். தெரியுதா? போ போடா. ஏய், ஏய், ஏய். நீ எழுதுற கண்ணுல என் பூமியில விழக்கூடாது. நிறுத்து. அது போடு. யாரடா அவன்? ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. ഇപ്പൊ പോലെ പോയാ മുതുകത്ത് തൊള വീഴും. അണ്ണന്റെ തോക്കിന്റെ അകത്ത് ഇനി ഒരു ഉണ്ട കൂടി ബാക്കിയുണ്ട്. இங்க வா. ഇനി മടിച്ചു നിന്ന് അടുത്തത് വെടിയാ. டா, வாடா. വാ. ഇയാൾക്ക് മനസ്സിലായി കാണോ ഞാനാണ് സ്ഥലത്തിന്റെ ഉടമന്ന്. എനിക്ക് പേടിയുണ്ട്. പൂന. டேய், ഇങ്ങ് വാ. ഇവിടെ നടന്നു. ചെല്ല്. யாரு? എന്റെ കൂട്ടുകാരനാ നൻപൻ. നാട്ടിന്ന് വന്നതാ. ஓ, என்ன ஜோலியை தேடி வந்தியா? അല്ല, അതെ, ജോലി അന്വേഷിച്ച് വന്നതാ. ஓ, തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന ആധാരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാം. டேய், இங்க வாடா. വേണ്ട. அட வாடா. ചെല്ല്. നിന്റെ നാട്ടുകാരനാ? അതെ. എന്താ ജോലി தெரியும்? അങ്ങനെ ഒന്നുമില്ല, അവൻ എന്ത് പണിയും ചെയ്യും. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യോ? அப்படி ஓடு. ഈ പാസിനിന്റെ കൂട്ടുകാരനല്ലേ? അതെ. അവനാട്. ഏ അവനാടറാ. ശരിക്കും അടി. അങ്ങനെ ചെയ്താൽ എനിക്ക് ഇവിടെ ജോലി കിട്ടൂ. അടാ അവന്. ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണോ? അത് കൂട്ടുകാരനായാലും ശരി, അപ്പനാണാലും ശരി. മനസ്സിലായോ? മനസ്സിലായി. ഇനി അടിക്കണോ സാറേ? പറയുന്നത് ചെയ്താ മതി. അധികം സംസാരിക്കരുത്. പുരിഞ്ചതാ? പൊരിഞ്ചത്. കാളേ അണേ, உன் பேர் என்ன? കാളി. அது அவன் பேரு. പാണ്ഡിതുരെ. அது என் பேரு. ബാസി. உன் பேர் என்ன? ഭുവൻ ചന്ദ്ര. ஆ? ഭുവനേന്ദ്രൻ. இந்த பூர்ணச்சந்திரன் உங்க கூட்டத்துல சேர்த்துக்காங்க. തരാൻ എന്റെ ഒന്നുമില്ല. கை வைடா. இது என்னன்னு புரியுதா? அப்ப சொல்லு. അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. டேய், நான் சொல்ற மாதிரி சொல்றா. என் உயிர் அண்ணனுக்கு, എൻ ഉയരണ്ണനുക്ക്, என் உடல் அண்ணனுக்கு എൻ ഉടൽ അണ്ണനുക്ക് நான் காதலிக்க மாட்டேன், ഞാൻ കാതലിക്ക മാട്ടെ, கல்யாணம் பண்ண மாட்டேன், ഞാൻ കല്യാണം പണ്ണ മാട്ടെ, സത്യപ്രതിജ്ഞ. நான் தப்பு பண்ணினா என் சாவு அண்ணன் கையால ஏத்துக்கிறேன். ഞാൻ തപ്പോണ് ഞാൻ സവണ്ണ കയ്യിലെത്തിക്കറേ. இது சத்தியம், ഇത് സത്യം, சத்தியம், സത്യം, சத்தியம். സത്യം. എന്താ ഇത്? 500-ന്റെ ബൾബ് കത്തി നിക്കണ പോലെ. നീ ഈ പാണ്ടിപ്പടാന്ന് കേട്ടിട്ടുണ്ട? ഇല്ല. എന്നാ കേട്ടോ, ആ പാണ്ടിപ്പടയിലെ ഒരു അംഗമാണ് നീ ഇപ്പോ. ഞാനോ? പിന്നെ നീ എന്താ